ഇത് അദ്ദേഹം ചൈനയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചു. ചൈനയിൽ പോകാൻ താല്പര്യം കാണിച്ച ശ്രീനിവാസൻ ആ പ്രോഗ്രാമിൻ്റെ അവതാരകനായി ഫ്ലവേഴ്സിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് ചൈനയെ കൊണ്ടുപോയി, എനിക്കൊരു പൈസയും തരണ്ട, എനിക്ക് ചൈനയെ ഒന്ന് കാണണം. കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൊടി ഉയർന്ന ചൈനയിൽ എന്തൊക്കെയാണ് സമകാലിക കാര്യങ്ങൾ, വർത്തമാനകാലത്ത് ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അപ്പം ചൈനയിൽ പറയുന്ന കമ്മ്യൂണിസമാണോ കേരളത്തിൽ ചിലവാക്കുന്ന കമ്മ്യൂണിസം എന്നൊക്കെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല മഴ സമയത്തൊക്കെ തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ശ്രീയേട്ടൻ അന്ന് ഞങ്ങളോടൊപ്പം ചൈനയിൽ സഞ്ചരിച്ചത്. അത് ആ എപ്പിസോഡുകളൊക്കെ ഇപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാകും. എനിക്ക് അദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഈ മുത്താരംകുന്ന് പിയുടെ ഷൂട്ടിംഗ് വേളയിലാണ്. പിന്നീട് അദ്ദേഹം എൻ്റെ നിരന്തര സുഹൃത്തായി. ഏഷ്യാനെറ്റിൽ ഞാൻ അവതരിപ്പിച്ച നമ്മൾ തമ്മിൽ എന്ന പരിപാടിയിൽ അദ്ദേഹം പലപ്പോഴും പങ്കെടുത്തു. വിനീത് ശ്രീനിവാസനൊപ്പം അദ്ദേഹം ചില സിനിമകളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും അഭിനയിച്ചു. ഒരുപാട് മലയാള സിനിമയിലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്ന് വെളുപ്പിന് സംഭവിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.